തെരുവിലെ നീ പാടു കുരക്കരുതേ. പ്രിയ കൂട്ടുകാരെ, ഒരു ഒഴിഞ്ഞ തെരുവോരം യൂണിഫോം ഇട്ട 5-6 ആൺകുട്ടികളും പെൺകുട്ടികളും. ആൺകുട്ടികളോടൊപ്പം പെൺകുട്ടികളും സിഗരറ്റ് വലിക്കുന്നു. ചിലർ മദ്യം കഴിക്കുന്നു. മയക്കുമരുന്നിന്റെ പൈശാചിക ലഹരിയിൽ ചിലർ കുഴഞ്ഞു നിലത്ത് വീഴുന്നു. ചിലർ ആൺകുട്ടികളുടെ തോളിൽ ചാരി വീണു നിൽക്കുന്നു. ചിലർ മണ്ണിലൂടെ ഇഴയുന്നു. ചിലർ സമീപത്തുള്ള പാടത്തിലേക്കിറങ്ങി അവിടെയും ഇവിടെയും വീണ് കിടക്കുന്നു. അവരുടെ കഴുത്തിലെ ഐഡന്റിറ്റി കാർഡ് ആടിയുലയുന്നു. ഐഡന്റിറ്റി കാർഡിൽ അവരുടെ പേരിനോടൊപ്പം അവരുടെ അച്ഛന്റെ പേരും നിലത്തു വീണ് വിരൂപമാകുന്നു. സമീപകാലത്ത് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ച പല വീഡിയോകളിലെ ദൃശ്യങ്ങളാണ് ഞാൻ മുകളിൽ വിവരിച്ചത്. കൂട്ടുകാരെ, മാർച്ച് 8 ലോക വനിതാ ദിനമാണ്. വനിതാ ദിനത്തിൽ സ്ത്രീത്വത്തിന്റെ മഹിമയും ഔന്നതയും ലോകം വാഴ്ത്തിപ്പാടും. സ്ത്രീ പുരുഷ സമത്വം എന്ന സംസ്കൃത സമൂഹത്തിന്റെ നിത്യലക്ഷ്യത്തിലേക്കുള്ള ദൂരമളക്കാൻ ഫെമിനിസ്റ്റുകാരുൾപ്പെടെ നിരവധി സംവിധാനങ്ങൾ തിരക്കുകൂട്ടും. ആദർശവതികളായി ത്യാഗോജ്വല ജീവിതം നയിച്ച ധീരവനിതകളെ, നല്ല അമ്മമാരെ മക്കൾ സ്നേഹം കൊണ്ട് പുതപ്പിക്കും. ജനകോടികൾക്ക് അക്ഷരവും അറിവും പകർന്ന് ജീവിതത്തിന്റെ ജ്ഞാനവിളക്കുകളായി തെളിഞ്ഞു വിളങ്ങുന്ന ആയിരക്കണക്കിന് ടീച്ചർമാരെ, എണ്ണമറ്റ ശിഷ്യസമൂഹം ഗുരുത്വത്തിന്റെ മഹത്വം നുണഞ്ഞുകൊണ്ട് അനുസ്മരിക്കും. വിവിധ രാജ്യങ്ങളിലും മതങ്ങളിലും രാഷ്ട്രീയങ്ങളിലുമെല്ലാം ധീരമായ നേതൃത്വം നൽകി കുടുംബത്തെയും സംഘടനയെയും സ്ഥാപനങ്ങളെയും, എന്തിന് രാജ്യങ്ങളെ തന്നെയും വിജയകരമായി നയിച്ച് ലോകത്തെ ഇന്നും അതിശയിപ്പിക്കുന്ന ധീരവനിതാ രത്നങ്ങളെ ആദരവോടെ നാം പ്രശംസിക്കും. സ്ത്രീ അമ്മയാണ്, ദേവിയാണ്, പത്നിയാണ്, പെങ്ങളാണ്, മകളാണ് എന്നെല്ലാം. സ്നേഹമാണ്, ത്യാഗമാണ്, സേവനമാണ്, സഹനമാണ് എന്നെല്ലാം നാടു മുഴുവൻ നാൽക്കവലകളിൽ നിരവധി പേർ പ്രസംഗിക്കും. ഇതെല്ലാം ചെയ്യേണ്ടതാണ് നമ്മുടെ അമ്മയും സഹോദരങ്ങളും ഉൾപ്പെടെയുള്ള എല്ലാ സ്ത്രീകളും ആദരിക്കപ്പെടണം. പുരുഷനും സ്ത്രീയും ദൈവത്തിന്റെ മഹനീയ സൃഷ്ടികളെന്ന നിലയിൽ സമത്വവും തുല്യനീതിയും പങ്കിടണം. ഈ ലക്ഷ്യങ്ങളും ആദർശങ്ങളും ആദരിക്കപ്പെടുമ്പോഴും ഈ കത്തിന്റെ തുടക്കത്തിൽ കണ്ട ജെൻസി തലമുറയിൽ നിന്നും മുഴങ്ങുന്ന അപായമാണി മുഴക്കങ്ങൾ ആർക്കു വേണ്ടിയാണ് എന്ന് നാം ഉള്ളുണർന്ന് വിചിന്തനം ചെയ്യണം. പുതിയ തലമുറയിൽ വലിയൊരളവിൽ പെൺകുട്ടികൾ പെൺമയുടെ കുലീനതയും മഹത്വവും അറിഞ്ഞ് അതിനനുസരിച്ച് ജീവിത മൂല്യങ്ങൾ സ്വായത്തമാക്കുന്നവരാണ്. മാതാപിതാക്കളെയും ഗുരുജനങ്ങളെയും ദേവസമം ആദരിക്കുന്ന പെൺമക്കൾ ഏറെയുണ്ട്. എന്നാൽ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളാകാൻ ക്യൂ നിൽക്കുന്ന പെൺകുട്ടികളുടെ എണ്ണം ഭീതി പരത്തുന്നുണ്ട്. അവർക്ക് എന്താണ് പറ്റുന്നത്? പുരുഷന്മാരുടെ വസ്ത്രം ധരിച്ചാലോ? പുകവലിയും മദ്യപാനവും തുടങ്ങിയാലോ? പുരുഷ
മാരാകാനോ സ്ത്രീ പുരുഷ സമത്വം നേടാനോ കഴിയില്ല എന്നാണ് അറിയാത്തത്. കൂട്ടുകാരെ, ദൈവം ഭൂമിയിൽ നൽകിയ ഏറ്റവും വലിയ സമ്മാനമാണ് സ്ത്രീത്വം. സ്ത്രീത്വത്തിൽ മാതൃത്വം ഉണ്ട്. അതിന്റെ വാത്സല്യവും ലാളനയും കരുതലും കാരുണ്യവും ഉണ്ട്. സ്ത്രീ തന്റെ നിലയും വിലയും മറന്ന് പുരുഷന്മാരുടെ ദുശീലങ്ങളിൽ അടിമകളായാൽ, പെൺകുട്ടി പുകവലിയും മദ്യപാനവും തുടങ്ങിയാൽ അപരിചിതരുടെ പീഡിത ശൃംഖലങ്ങളിൽ കുരുങ്ങി വീണാൽ സമത്വമോ സ്വാതന്ത്ര്യമോ ലഭിക്കില്ല എന്നു മാത്രമല്ല, എന്നെന്നും അപമാനത്തിന് കാരണമാവുകയും ചെയ്യും. അതിനാൽ പ്രിയ പൂങ്കുയിലുകളെ, സൃഷ്ടാവായ ദൈവപിതാവ് നിങ്ങൾക്കു നൽകിയ സ്ത്രൈണതയുടെ മാതൃത്വത്തിന്റെ മാനവികതയുടെ എല്ലാ നന്മകൾക്കും ഈണമിടുക, ജീവിതം കൊണ്ട് ആലപിക്കുക. അങ്ങനെ സ്രഷ്ടാവിന്റെ നിയോഗം നിറവേറ്റുക. കാരണം സ്ത്രീ പുരുഷ സമത്വത്തിലാണ് പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പ് ദൈവം ക്രമപ്പെടുത്തിയിരിക്കുന്നത്. ആ വാഴ്വ് വാഴ്ത്തപ്പെടട്ടെ. സസ്നേഹം, സ്വന്തം കൊച്ചേട്ടൻ.